എയർ ഫ്രൈ ബേക്കോ ബ്രാൻഡ്, കപ്പാസിറ്റി 3.9 ലിറ്റർ. നമുക്ക് ചിക്കൻ സ്ട്രിപ്സ് എങ്ങനെ പാചകം ചെയ്യാം എന്ന് നോക്കാം. ആദ്യം ഫ്രീസറിന് എടുത്ത ചിക്കൻ സ്ട്രിപ്സ് നമുക്ക് ആവശ്യമുള്ള ചിക്കൻ ഇതിനകത്ത് നമുക്ക് ഞാനിവിടെ എടുക്കുന്നത് വെറും 4 പീസാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് അതിനകത്ത് വയ്ക്കാം. അതിനുശേഷം ഇപ്പോൾ നല്ല തണുപ്പുണ്ട്, ഫ്രീസറിനെടുത്തതല്ലേ, അപ്പോൾ ആ തണുപ്പ് പോകണം. ആ തണുപ്പ് മാറാനായിട്ട് നമുക്കിതിപ്പം 180 ഡിഗ്രിയിലാണ് ഇത് വെക്കേണ്ടത്. 14 to 16 മിനിറ്റ്സ് വരെ നമുക്ക് സെറ്റ് ചെയ്യണം. ചിക്കൻ 14 to 16 മിനിറ്റ്സ് ആണ് സെറ്റ് ചെയ്യേണ്ടത്. 180 ഡിഗ്രിയാണ് സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, 16 മിനിറ്റ് സ്റ്റാർട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഓണായി. അപ്പം ഓണായ ശേഷം ഫാൻ കറങ്ങും. പക്ഷേ അത് തണുപ്പ് ആയതുകൊണ്ട് ആ തണുപ്പ് മാറണം. എന്നാലാണ് നമ്മൾ ടൈമർ സെറ്റ് ചെയ്തത് അത് സ്റ്റാർട്ടാവുള്ളൂ. 16 തൊട്ട് പിന്നെ പുറകിലോട്ട് പോവുള്ളൂ. 14, 13, 12 അങ്ങനെ പുറകിലോട്ട് പോകും. ഇപ്പോൾ തണുപ്പായതുകൊണ്ടാണ് ഓൺ ആയിട്ടുള്ളത്. ഫാൻ ചൂടായിക്കൊണ്ടിരിക്കുക, തണുപ്പ് പോയിക്കൊണ്ടിരിക്കുക. ഓക്കെ, ഇവിടെ നല്ല ആ പുറകിൽ നല്ല എക്സോസ്, നല്ല കാറ്റങ്ങ് പുറത്തിൽ തള്ളി വിടുക. എക്സോസ് അവിടെ കണ്ടോ, അത്രയ്ക്കും കാറ്റാണ്, നന്നായി കാറ്റ് പോകുന്നുണ്ട്. ഇപ്പോൾ ടേൺ ചെയ്യണം, നമുക്കിത് ടേൺ ചെയ്യണം. ഒന്ന് ഇളക്കി കൊടുക്കണം, ഒന്ന് എടുക്കാം. എടുത്തിട്ട് നമുക്കൊന്ന് മറിച്ച് കൊടുക്കാം. അത് ഓട്ടോമാറ്റിക്കായിട്ട് കാണിക്കും. അത് ബി സൗണ്ട് വരും. അപ്പോൾ ടേൺ ചെയ്യാം, നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അതിപ്പോൾ ഫിഷാണെങ്കിലും പച്ചക്കറി ആണെങ്കിലും എന്തുവാണെങ്കിലും നമുക്ക് അതിനകത്ത് അലാം വരും. അപ്പോൾ നമ്മൾ മറിച്ചിട്ട് കൊടുക്കാം. ടേൺ വേണ്ടി കാണിക്കും, മറിച്ചിട്ട് കൊടുക്കാം. അതിന് മുമ്പ് തന്നെ ചിലപ്പോൾ ആഡ് എന്ന് പറഞ്ഞ് കാണിക്കും. നമുക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാം, എടുത്തിട്ട് ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് തിരിച്ച് അതിനകത്ത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി അവിടെ നിന്ന് തന്നെ വീണ്ടും സ്റ്റാർട്ടാവും. ഇപ്പോൾ 8 മിനിറ്റ് ഉണ്ട് റിമൈനിങ്, അവിടെ നിന്ന് സ്റ്റാർട്ടാവും. ഓക്കെ, ഇപ്പോൾ 5 മിനിറ്റ് ഉണ്ട്, റിമൈനിങ് 5 മിനിറ്റ് ഉണ്ട്. ഏകദേശം ആകാറായി. 3 മിനിറ്റ്, 1 മിനിറ്റ്. ഇതെൻ്റെ സെക്കൻഡ് ടൈമാണ് ഞാൻ ചിക്കൻ KFC ടൈപ്പിൽ അത് ചിക്കൻ സ്ട്രിപ്സ് ഉണ്ടാക്കുന്നത്. സൂപ്പർ ടേസ്റ്റ് ആട്ടോ, ശരിക്കും KFC കഴിക്കുന്ന ഫീലാണ്. ഓയിലില്ല, ഭയങ്കര സംഭവമാണ്. റെഡിയായി. H എന്ന് പറയുന്നത് അത് റെഡിയായി എന്നുള്ളതാണ്. ഹോട്ട് ഫിനിഷ്, കുക്ക് ഫിനിഷായി കേട്ടോ, കുക്കായിട്ടുണ്ട്. നമുക്കിനിയിപ്പോൾ എടുക്കാം. ഇനിയിപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഫാൻ ഓട്ടോമാറ്റിക്കായി നിൽക്കും. അപ്പോൾ ആ ഫാൻ നിൽക്കുമ്പോൾ നമുക്ക് എടുക്കാം, റെഡി ആയിട്ടുള്ളത് എടുക്കാം. ആ ഫാൻ നിന്നിട്ടുണ്ടാവും. ഇനിയിപ്പോൾ നമുക്ക് ജസ്റ്റ് വലിച്ചൂരി എടുക്കാം, ഓപ്പൺ ചെയ്യാം. വാവ്, സൂപ്പറായിട്ട് നമ്മൾ KFC കിട്ടുന്ന പോലെ തന്നെ സൂപ്പറായിട്ട് സ്ക്രബിയായിട്ട് കിട്ടി റെഡി ആയിട്ടുണ്ട്. ഇത് ഓപ്പൺ ചെയ്യുന്നത് ഇങ്ങനെയാണ്. മേലോട്ട് പ്രസ്സായിട്ട് താഴോട്ട് അമുക്കി കഴിഞ്ഞാൽ നമുക്ക് സിംഗിളായിട്ട് ആ സാധനം എടുക്കാം, സെപ്പറേറ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. കഴുകാനും ഈസിയാണ്. ഇത് തിരിച്ച് വെക്കുന്നത് ജസ്റ്റ് പ്രസ് ചെയ്യുക, അങ്ങോട്ട് താഴോട്ടാക്കുക, ലോക്കായി. നല്ല ചൂടുണ്ടാവും.
ജസ്റ്റ് ചൂടാറുന്ന വരെ ഇങ്ങനെ ഈ ലെവലിൽ വയ്ക്കുക. ഇതുണ്ടോ, വാ എന്നാ ടേസ്റ്റ് എന്നറിയോ. കറക്റ്റ് വേവാണ്. നമുക്ക് കരിഞ്ഞു പോവേ എന്നുള്ള പേടി വേണ്ട, ടെൻഷൻ വേണ്ട. കറക്റ്റായിട്ട് വേഗം, കറക്റ്റായിട്ട് ടൈമർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അത് നിൽക്കും, ഓഫ് ചെയ്യും. സൂപ്പറായിട്ട് ടേസ്റ്റോടെ കഴിക്കാൻ പറ്റും. സോ അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ടു.